ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ആത്മീയ പിതാവായ തങ്കുബ്രദറിൻ്റെ നാമത്തിലും സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് 2-3 വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ദൈവം ഇടപെട്ട വചനം എന്ന് പറയുമ്പോൾ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വേദപുസ്തകം മുഴുവൻ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന തിരുവചനം പറഞ്ഞു. അപ്പോൾ വചനം ദൈവമാണ്. അതാണല്ലോ മറിയയുടെ ഹൃദയത്തിൽ പുരുഷസ്പർശമില്ലാതെ ഉദരത്തിൽ വചനം ജഡമായി തീർന്നു. അങ്ങനെ ഉണ്ടായ വചനത്താലിൻ്റെ ക്രിയ പരിശുദ്ധാത്മാവിൻ്റെ നിറയിൽ വചനം ജഡമായി തീർന്ന് ജനിച്ച കുഞ്ഞാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് യേശുക്രിസ്തു. അപ്പോൾ വചനം ദൈവമാണ് വചനം. അപ്പം നമ്മൾ ഓരോ വിഷയങ്ങൾക്കും വചനം നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അനുസൃതമായ വചനം, എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റേതായ അനുസൃതമായ വചനങ്ങളുണ്ട്. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അത് ക്രിയ ചെയ്യും. അതിനെക്കുറിച്ച് വചനം എങ്ങനെ ക്രിയ ചെയ്യും, എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തിച്ച് വരുത്താൻ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾക്കത് അനുഗ്രഹമാകട്ടെ. യെശയ്യാവ് 55-ൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. കാരണം യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മക്കളെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു വിടും പോലെ തന്നെ ആ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ പറഞ്ഞു വിടുന്ന വചനങ്ങൾ ക്രിയ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒന്ന് രണ്ട് വചനങ്ങൾ കൂടി നമുക്ക് നോക്കാം. നമ്മൾ വചനം പറഞ്ഞു വിടുമ്പോൾ അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഇപ്പം നമ്മൾ വീടുകളിലായിരിക്കുമ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വെറുതെ വീട്ടിൽക്കൂടെ വചനം പറഞ്ഞുകൊണ്ട് കിടന്നാലും അത് ക്രിയ ചെയ്യും. കാരണം നമ്മൾ ദൈവമക്കളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞു വിടുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പറഞ്ഞു വിടണം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വിടുമ്പോൾ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുമുണ്ട്, പിശാചിൻ്റെ ദൂതന്മാരുമുണ്ട്. ദൈവത്തിനെ പ്രാർത്ഥിച്ച് ദൈവവചനം അനുഷ്ഠിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വിടുമ്പോൾ അത് ക്രിയ ചെയ്യിക്കാനായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരുങ്ങി നിൽക്കുക. നമ്മൾ വചനങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അത് ക്രിയ ചെയ്യും. നമ്മൾ അദൃശ്യമായിട്ടാണ് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ ഇപ്പം തന്നെ ക്രിയ ചെയ്തില്ലെങ്കിലും അതിനൊരു തക്ക സമയമുണ്ട്. അതിന് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരു തക്ക സമയമുണ്ട്. പറഞ്ഞു വിടുമ്പോൾ അത് ക്രിയ ചെയ്യും. അപ്പോൾ അത് ക്രിയ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം പറഞ്ഞു വിടുമ്പോൾ അത് ദൈവത്തിൻ്റെ ദൂതന്മാരത് ക്രിയ ചെയ്യിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പൈശാചികമായിട്ട് ശപിക്കപ്പെട്ട വാക്കുകളും നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അതങ്ങനെ സംഭവിക്കും. കാരണം അവിടെയും പിശാചിൻ്റെ ദൂതന്മാരും അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ വിഷയങ്ങൾക്കും അത് ധ്യാനിക്കണം. അപ്പം നമുക്കത് 1-2 വചനങ്ങൾ കൂടി പറയാം. യോശുവ 1:8 മുതൽ 10 വരെ. യോശുവ എന്ന് പറഞ്ഞ പുസ്തകം ആവർത്തന പുസ്തകം കഴിഞ്ഞാണ് അത്. അപ്പോൾ യോശുവ 1:8 മുതൽ ഈ പഴയ നിയമമാണ് കേട്ടോ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായും ഇരിക്കും. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനുമായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. നമ്മളുടെ ജീവിതത്തിൽ പ്രതികൂല പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ തരത്തിലായിരിക്കും. പലവിധ പ്രതികൂല സാഹചര്യങ്ങളും പ്രതികൂല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ പകച്ച് ഭ്രമിച്ച് ഭയപ്പെട്ടിരിക്കാതെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ഉറപ്പുള്ളവനായി ധൈര്യപ്പെട്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്
ഈ ന്യായപ്രമാണത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അതിൽ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഈ വചനം നമ്മൾ രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഹൃദയത്തിൽ നിന്ന് അത് പറഞ്ഞ് വിടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോലും അറിയാതെ ക്രിയ ചെയ്യും. ഇപ്പം നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒത്തിരി വചനങ്ങൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഈ വേദപുസ്തകത്തിലുണ്ട്. ഇപ്പം ഓരോ കാര്യങ്ങളെന്ന് പറയുമ്പോൾ സാമ്പത്തിക വിഷയത്തിലാണെങ്കിൽ സദൃശവാക്യം 8:17 പറയുന്നുണ്ട്. 8:17 അത് സാമ്പത്തിക വിഷയത്തിൽ നമുക്ക് കിട്ടേണ്ട ഒരു വിടുതലിനെ കുറിച്ചാണ്. സദൃശവാക്യം 8:17 ഞാനത് വായിക്കാം. അപ്പം അത് നിങ്ങൾക്ക് അത് ധ്യാനിക്കുവാണെങ്കിൽ സാമ്പത്തിക വിഷയത്തിൽ വൻ വിടുതലുണ്ടാകുമെന്നാണ് തിരുവചനം പറയണേ. ഇപ്പം സാമ്പത്തിക വിഷയത്തിൽ സദൃശവാക്യം 8:17 മുതൽ 21 വരെ ഞാൻ വേഗം വായിക്കാം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും എൻ്റെ ആദായം മേത്രമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഈ വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിൽ നടക്കുന്നു. ഈ വചനം എന്ന് പറയുമ്പോൾ നമുക്ക് സാമ്പത്തിക വിഷയത്തിൽ വലിയ വിടുതൽ നൽകുന്ന ഒരു വചനമാണ്. ഈ വചനം നമ്മൾ കാണാപ്പാഠം പഠിച്ച് നമ്മൾ സാമ്പത്തിക വിഷയത്തിൽ ഒരു വിടുതൽ യേശുവെ ഈ വചനം പ്രാർത്ഥിച്ചിട്ട് യേശുവെ ഈ വചനം എൻ്റെ ഈ സാമ്പത്തിക വിഷയത്തിൽ വിടുതൽ തരണം എന്ന് ഈ വചനത്താൽ ദൈവത്വചനത്തിൽ പറയുന്നുണ്ട്. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളെ ഗുപ്തനിധികളും ജാതികളുടെ സമ്പത്ത് സമുദ്രങ്ങളുടെ സമ്പത്ത് എല്ലാം നമ്മൾക്ക് ദൈവമക്കൾക്ക് അനുഭവിക്കാനായിട്ട് ഈ ഭൂമിയെയും സ്വർഗത്തെയും സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയും സ്വർഗവും ദൈവത്തിൻ്റെ അധീനതയിലുള്ളത്. അതിലെ വസ്തുക്കളെല്ലാം നമ്മൾക്ക് മനുഷ്യർക്ക് ഉപയോഗിക്കാനായിട്ടും ദൈവമക്കൾക്ക് തരുവാനായിട്ടും ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന. അപ്പം വചനം ക്രിയ ചെയ്യാതെ ഇപ്പം നമ്മൾ യെശയ്യാവിൽ പറഞ്ഞു, നിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട നിൻ്റെ വചനം ഫലരഹിതമായി അത് തിരിച്ചു വരത്തില്ല, അതെൻ്റെ ക്രിയ ചെയ്തിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് പറയും പോലെ ഇപ്പം സാമ്പത്തിക വിഷയത്തിൽ ഈ വചനം പറഞ്ഞു വിടുകയാണെങ്കിൽ നമുക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളും ഗുപ്തനിധികളും ജാതികളുടെ സമ്പത്ത് സമുദ്രങ്ങളുടെ സമ്പത്ത് അത് നമുക്ക് തക്ക സമയത്ത് നമ്മുടെ കയ്യിൽ വന്ന് ചേരും. വെറുതെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞു വിട്ടാൽ ഭവനത്തിൽ കൂടെ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കുടുംബനാഥൻ എന്ന് പറയുമ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് പോയിരിക്കുന്നവരായിരിക്കും. സ്ത്രീകൾ അമ്മമാരൊക്കെ ഭവനത്തിൽ വീട്ടിലുണ്ടെങ്കിൽ അവർ നടക്കുമ്പോൾ ദൈവത്തെ ധ്യാനിച്ച് ഈ വചനങ്ങൾ പറഞ്ഞു വിടുകയാണെങ്കിൽ അത് അതുപോലെ ക്രിയ ചെയ്യും, നമ്മൾ പോലും അറിയാതെ. നമ്മുടെ ചിന്തകൾ, വാക്ക്, സംസാരം, പ്രവൃത്തി, പെരുമാറ്റം എന്നിവയിൽ ദൈവേഷ്ടപ്രകാരം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത് നമ്മൾ ഈ വചനം പറഞ്ഞു വിടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ക്രിയ ചെയ്യും. അപ്പം അതുപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിൽ ഒരു വിടുതലിൻ്റെ കാര്യം ഇപ്പം ഞാനത് പറയാൻ ഉദ്ദേശിച്ചില്ല, പക്ഷേ ദൈവം എന്നോട് അങ്ങനെയാണ് ഇടപെടുന്നത്. ഇപ്പം വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വചനം പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 3:6 തുടങ്ങിയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളവൻ നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവിടെ പറയുന്നതും ദൈവത്തിന് നമുക്കിപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ വിടുതൽ വേണമെങ്കിൽ ആരും അടയ്ക്കാതവണ്ണം തുറക്കുന്ന വാതിൽ സാമ്പത്തിക വിഷയത്തിൽ തുറക്കാൻ ദൈവത്തിന് കഴിയും. കാരണം നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു മനുഷ്യൻ തന്നാലും ഇത്രയൊക്കെ തരുള്ളൂ എന്ന് നമുക്കറിയാം, ഒരു പരിധിയുണ്ട് അതിന്. പക്ഷേ ദൈവം തരുവാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു പൊട്ടനെ പോലെ ഒരു പോലെ എൻ്റെ ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അത്ഭുതം ചെയ്യും, ഈ വചനം ക്രിയ ചെയ്യും, എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച് പാറയിൽ പണിത വീട് പോലെ, പാറ എന്ന് പറയുമ്പോൾ ക്രിസ്തുവായ പാറയിൽ പണിത വീട് പോലെ ഒരിക്കലും കുലുങ്ങാതെ വണ്ണം. ഇപ്പോൾ നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ട് പാറയിൽ പണിത വീടും മണലിന്മേൽ പണിത വീടും. പാറയിൽ പണിത വീടെന്ന് പറയുമ്പോൾ അത് കൊടുങ്കാറ്റടിക്കുമ്പോഴും കാറ്റടിക്കുമ്പോഴും മഴ വരുമ്പോഴും നശിച്ചു പോകത്തില്ല.
മണൽമേൽ പണിത വീട് നശിച്ചു പോകും. അതായത് പാറമേൽ പണിത വീട് പോലെ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് സാമ്പത്തിക വിഷയത്തിൽ ഈ വചനങ്ങൾ പറഞ്ഞു വിടുവാണെങ്കിൽ അത്ഭുതം നടക്കും. എൻ്റെ വിഷയത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ വചനം വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി നമ്മൾ അപ്പം കിട്ടിയില്ലെങ്കിൽ നമുക്കത് അത്ഭുതങ്ങളായിട്ട് നടക്കാറുണ്ട്. കർത്താവിൻ്റെ കൃപയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വചനങ്ങൾ സാമ്പത്തിക വിഷയത്തിനുള്ള വചനങ്ങളാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3:6-7, സദൃശവാക്യത്തിൻ്റെ 8:17. അപ്പം നമ്മൾ നമ്മുടെ വായിൽ നിന്ന് നമുക്കൊരു വചനം ക്രിയ ചെയ്യണമെങ്കിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അത് പറഞ്ഞു വിടുക. അത് അത്ഭുതം നടക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ പരിവർത്തിക്കും. നമ്മൾ പറഞ്ഞു വിടുന്ന വചനം ദൈവത്തിൻ്റെ ദൂതന്മാർ അത് ക്രിയ ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. ഒരിക്കലും നെഗറ്റീവ് വാക്കുകൾ പറയാതെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. അവിടെ അത്ഭുതം ചെയ്യും. ഇപ്പം നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോഴും നമ്മൾക്ക് കുഞ്ഞുങ്ങളും മക്കളും ഭർത്താവും അച്ഛനും അമ്മയും എല്ലാവരും കാണും. അപ്പം അവർക്കൊക്കെ ആയിട്ട് ആ ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 6:4-8. ആവർത്തന പുസ്തകം അതായത് 4 മുതൽ 8 വരെ. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം. ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ എല്ലാ വചനമൊന്നും അതുങ്ങൾക്കൊന്നും ഒത്തിരി ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെയാണ് എപ്പോഴും വചനം വായിക്കാനൊന്നും അറിയില്ല. പക്ഷേ ഒരു മാതാവ് വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടെങ്കിൽ എപ്പോഴും തലമുറ അനുഗ്രഹിക്കപ്പെടും. യെശയ്യാവ് പറയുന്നുണ്ട്, എൻ്റെ വചനം നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതികളുടെ വായിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്ന തിരുവചനം പറയണേ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വചനങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം, ഉറപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അത് പറയുന്ന അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അങ്ങനെ സംസാരിക്കുമ്പോൾ യെശയ്യാവ് 55 പറഞ്ഞ പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട എൻ്റെ വചനം ഫലരഹിതമായി തിരിച്ചു വരികയില്ല, അതെൻ്റെ ഉദ്ദേശം നിവർത്തിച്ചിട്ടേ തിരിച്ചു വരുവുള്ളൂ എന്ന് തിരുവചനം പറയുന്നത് പോലെ അത്ഭുതം നടക്കും. അപ്പോൾ എപ്പോഴും വിശ്വാസത്താൽ നമ്മൾ എന്ത് വചനം, ഇപ്പോൾ രോഗശാന്തി വചനങ്ങളുണ്ടല്ലോ, ഞാൻ സകല രോഗവും സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള വചനം ഈ രോഗത്തിൽ ക്രിയ ചെയ്യട്ടെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയ ചെയ്യും. വിശ്വാസത്താൽ അത് പറഞ്ഞു വിട്ടാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഒത്തിരി വചനങ്ങളുണ്ട്. നമ്മളുടെ കുടുംബജീവിതത്തിലും നമുക്ക് കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് പല വചനങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അത് അത്ഭുതം നടക്കും എന്നാണ് തിരുവചനം പറയണേ. പിന്നെ എല്ലാവർക്കും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യവും കൂടെ ഞാൻ പറയാം. യെഹെസ്കേൽ പുസ്തകത്തിൻ്റെ 18:13 അത് അവിടെ പറയുന്നത് നമുക്കിപ്പോൾ ഒരു രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നു. അപ്പോൾ ആ ഡോക്ടർ ഇപ്പോൾ ഒരു ഷുഗർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കിഡ്നി ട്രബിൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ക്യാൻസർ, പല പല രോഗങ്ങൾ നമുക്ക് പിടിപെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചെക്കപ്പ് എല്ലാം നടത്തി കഴിഞ്ഞ് ഇപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മുൻ തലമുറയിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത് വൈദ്യശാസ്ത്രപരമായിട്ട് ദൈവം ചോദിക്കുന്നു. പക്ഷേ ഈ വേദപുസ്തകം ധ്യാനിച്ച ദൈവവചനപ്രകാരം ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു മക്കൾക്ക് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞു പോയിന്ന് തിരുവചനം പറയണേ. പാരമ്പര്യമൊന്നും അവനെ തൊടത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു മക്കൾക്ക് പാരമ്പര്യം തൊടത്തില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു വചനം കൂടെ പറഞ്ഞാൽ നിർത്താം. അതിനകത്ത് അതായത് യെഹെസ്കേൽ പുസ്തകത്തിൽ 18-ന്റെ 2, 3, 4 അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രയേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത് എന്നാണ് നിങ്ങൾ ഇനി ഇസ്രയേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇത് എൻ്റെ മനസ്സിൽ ഇന്നലെ ബൈബിൾ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയൊരു വചന. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ വചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതാണ് ഈ പാരമ്പര്യത്തിൻ്റെ ഉദ്ദേശമാണ്. അവിടെ പാരമ്പര്യമായിട്ട് രോഗങ്ങൾ നമുക്ക് ബാധിക്കില്ല.
ബാധിക്കില്ല. ദൈവമക്കൾക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് അതൊരിക്കലും ബാധിക്കില്ല എന്നുള്ള ഒരു വചനമാണ് വചനത്തിലൂടെ ദൈവം സംസാരിച്ചത്. കാരണം അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് കഴിച്ചു എന്ന് കരുതി മക്കൾക്കത് അനുഭവിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അപ്പം നമ്മളങ്ങനെ ദൈവമക്കൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമൊന്നും ഉണ്ടാവുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. കർത്താവിൽ വിശ്വസിച്ച് നമ്മളിത് വചനപ്രകാരം ജീവിച്ച് എന്ന് കരുതി നമുക്കൊരസുഖം വന്നാൽ മെഡിസിൻ വേണം, മെഡിസിനും കഴിക്കണം, ശക്തമായ പ്രാർത്ഥനയും അതും വേണം എന്ന് കരുതി പാരമ്പര്യത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ഹൃദയത്തെ അങ്ങ് ബലഹീനമായിട്ട് നമ്മളത് നമുക്കതങ്ങനെ സംഭവിക്കും. ഭയം നമുക്കൊരിക്കലും പാടില്ല. കാരണം യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ ഭയപ്പെടുന്നത് നിനക്ക് തന്നെ സംഭവിക്കുമെന്ന്. നമ്മൾ ദൈവമക്കൾ ഭയപ്പെട്ട് എനിക്കത് വരുമോ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുമ്പോൾ ബലഹീനമായ മനസ്സിലേക്ക് പിശാച് കയറും. ഭയമില്ല, ദൈവത്തോടുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശയോടുകൂടി സ്നേഹിക്കുന്ന ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് വചനപ്രകാരം ജീവിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മക്കൾക്കും ഒരിക്കലും പാരമ്പര്യം തൊടത്തില്ല. അതാണ് ഇവിടെ വചനം പറയുന്നത്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നിട്ട് മക്കൾക്ക് ഇസ്രായേൽ ദേശത്ത് അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ടെന്ന്, പാരമ്പര്യമായിട്ട് വന്നെന്ന് പറയുന്നുണ്ട് എന്നാണ് നിങ്ങൾ ഇനി ഇസ്രായേൽ ഇങ്ങനൊരു പഴഞ്ചൊല്ല് പറയാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊന്നും ദൈവമക്കൾക്ക് ബാധിക്കത്തില്ല. പാരമ്പര്യമൊന്നും നമ്മളെ തൊടത്തില്ല. കാരണം വിശ്വാസം കർത്താവിലായാൽ യേശു അത്ഭുത മന്ത്രി, വീരനാ ദൈവ, സമാധാന പ്രഭു, നിത്യപിതാവ്, സകല അനുഗ്രഹത്തിനും ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമാകുന്നു, സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവ, എനിക്ക് അസാധ്യമായിട്ട് വല്ല കാര്യവുമുണ്ടോ എന്ന് തിരുവചനത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ദൈവത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നു, വിശ്വാസം എത്രത്തോളം ഉണ്ട്, വിശ്വാസത്തിൻ്റെ ഒരു ലെവൽ കൂടുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. നമ്മൾ യേശുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തിനും ഒന്നിനും കുറവ് വരത്തില്ല, അനുഗ്രഹിക്കും. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ ഓരോ വചനങ്ങൾ, ഈ പുസ്തകം ബൈബിൾ വായിക്കുന്ന മക്കൾക്കറിയാം ഓരോ വിഷയങ്ങൾക്കുള്ള വചനങ്ങൾ അതിങ്ങനെ സ്ഥിരം നമ്മളിങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയ ചെയ്യും. നെഗറ്റീവുകൾ ചിന്തിക്കാനും പറയാനും പോവരുത്. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണണം. എന്ത് പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ പോസിറ്റീവ് ചിന്തയോടുകൂടി നമ്മളതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടേണ്ടി വരില്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാവർക്കും ഉണ്ട്. പ്രതികൂലങ്ങൾ ഉറപ്പായിട്ടുമുണ്ട്. ഈ പ്രതികൂലങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കാട്ടത്തിയോട് ഈ കടൽ നട്ടുപോകാമെന്ന് പറയുമ്പോൾ അത് നട്ടുപോകും. കാരണം ഈ കാട്ടത്തി എന്ന് പറയുന്ന രോഗങ്ങളും ഭാരങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മളപ്പോൾ ഈ നമ്മളെ ദണ്ണിപ്പിക്കുന്ന വിഷയത്തെ ശാസ്തിച്ചകറ്റണം. അപ്പോൾ അത് നമ്മളെ തൊടാതെ വേണം വിട്ടുപോകും. അപ്പോൾ വചനം സ്ഥിരമായിട്ട് സംസാരിച്ച് പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് നടക്കുമ്പോൾ അത് അത്ഭുതം നടക്കും. എപ്പോഴും മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ വചനത്താൽ ഉറപ്പിച്ച് ബലപ്പെടുത്തണം. എപ്പോഴും പറഞ്ഞില്ലെങ്കിലും അവരോട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന സമയങ്ങളിൽ ദൈവവചനത്തിൻ്റെ ആ മഹത്വം അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. മക്കൾ എന്ന് പറയുമ്പോൾ നാളത്തെ തലമുറയാണ് നമ്മുടെ ഉയർച്ച എന്ന് പറയണത്. അപ്പോൾ അവരെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി കുഞ്ഞുങ്ങൾക്ക് മക്കൾ എന്നൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ അവരെ എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവർ വളർത്തിയെടുക്കണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് തരണം ചെയ്യാനുള്ളൊരു പോസിറ്റീവ് ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ വീണ് പോയി വിഷമിച്ച് നമ്മൾ തളർന്നങ്ങ് പോകാതെ നമ്മൾ ദൈവത്തിന് വചനം എന്ന സർവായുധ വർഗം ധരിക്കണം. നമ്മൾ വചനം ക്രിയ ചെയ്യും. ആ വചനം പറഞ്ഞു വിടുമ്പോൾ അത്ഭുതം നടക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ആവർത്തന പുസ്തകത്തിൽ 6:4 മുതൽ 8 വരെ പറഞ്ഞ പോലെ ദൈവത്തെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെ സ്നേഹിച്ച് ദൈവവചനത്താൽ നമ്മൾ സംസാരിക്കും, അത്ഭുതം നടക്കും. ദൈവമക്കൾക്ക് ഇതൊരു അനുഗ്രഹമായി എന്ന് കരുതുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ടു ഓൾ.